ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ വളരെ വലിയൊരു കാര്യമാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഒരു റിയൽ ടൈം ഡെമോൺസ്ട്രേഷൻ വീഡിയോ. അതായത് നമ്മുടെ ഈ ഒരു ഡോർ കോണ്ടാക്ട് സെൻസർ, ഇത് ഞാനിങ്ങനെ ജസ്റ്റ് അകത്തുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു ക്യാമറയിൽ നിന്നുള്ള വീഡിയോ എൻ്റെ ഫോണിലേക്ക് പുഷ് ചെയ്ത് കിട്ടും. അതായത് നമ്മൾ ഈ ഡോർ കോണ്ടാക്ട് സെൻസർ നമ്മുടെ വീടിൻ്റെ ഡോറിലാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചത് നിങ്ങൾ വിചാരിക്കുക. ഡോർ ആരെങ്കിലും തുറക്കുന്ന സമയത്ത് ഡോറിൻ്റെ അടുത്താണ് ഈ ഒരു ക്യാമറ ഇരിക്കണമെന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ആ ഡോർ ആരാണ് തുറന്നെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിനുള്ളൊരു ഇക്വിപ്മെൻറ്റ് സിസ്റ്റമാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഡോർ അടഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഒരു സെൻസറും ഈ മാഗ്നറ്റും ഇങ്ങനെ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണെന്ന്. ഈ ഡോർ ആരെങ്കിലും തുറക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഒരു സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടായി മാറുകയും അത് നേരെ നമ്മുടെ കൺട്രോൾ പാനലിൽ സെൻസ് ചെയ്യാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഹിക് കണക്റ്റ് എന്നുള്ള നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഹിക്യൂഷൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ക്യാമറകളൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ഓഫീസിലുള്ള ക്യാമറകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ബർഗ്ലർ അലാം സിസ്റ്റവും കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സെൻസറുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ആ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ ഇത് കണ്ടോ, ഹണിവെല്ലിൻ്റെ ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡോർ കോണ്ടാക്ട് സെൻസറും ഉണ്ട്. ഇനി ഞാൻ ഈ ഒരു സിസ്റ്റം ആം ചെയ്യുവാണ്. സിസ്റ്റം ആം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ആം ചെയ്യാൻ പറ്റും. ഒന്ന് എവേ മോഡ് ആമിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ സാധാരണ ആം ചെയ്യുന്ന മെത്തേഡാണ് എവേ മോഡ് ആമിംഗ്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇതാണിപ്പോൾ എവേ മോഡ് ആമിങ്. അപ്പോൾ നമ്മുടെ ഈ സെൻസറുകളെല്ലാം തന്നെ ആ ഒരു സമയത്ത് ആക്റ്റീവായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുവാണ്. ഞാനിനി ഇത് മാറ്റുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അലാം അടിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഞാനിത് ജസ്റ്റ് വയലേറ്റ് ചെയ്യുവാണ്. കണ്ടോ, ഇപ്പോൾ ക്ലോസ്ഡ് സർക്യൂട്ട് മാറിയിട്ട് ഓപ്പൺ സർക്യൂട്ടായി. കണ്ടോ, മൈക്ക് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൗണ്ട് ആയിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കുക. എക്സ്ട്രാ നമുക്ക് എക്സ്റ്റേണൽ ഹൂഡർ വെച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മൊബൈലിലേക്ക് ഒന്ന് നോക്കാം. മൊബൈലും കണ്ടോ, ഇവിടെ അലാം അടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫോണിൽ കൂടെ തന്നെ ഡിസാം ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു അലാം വരുന്ന സമയത്ത് ഇത് നമ്മുടെ വീട്ടിലാണ് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് കേട്ടോ, നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടാവും. ബർഗ്ലറി അലാം എന്ന് കാണിക്കും. ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ബാക്ക് എന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വന്നു കഴിഞ്ഞു. കണ്ടോ, ഒരു വീഡിയോ, ഒരു 9 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അലാം ഡിസാം ചെയ്യാം. ഇപ്പോൾ സിസ്റ്റം ഡിസാംഡ് ആയി. നമ്മുടെ ഈ ഒരു മെയിൻ കൺട്രോൾ പാനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇതുപോലെയുള്ള ഏത് സെൻസർ ആണെങ്കിലും അതെല്ലാം വയർലെസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് AX Pro ആയതുകൊണ്ടാണ് അങ്ങനെ. AX ഹൈബ്രിഡ് പ്രോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർലെസ്സും വയേർഡും കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കൊരു ബാറ്ററി വരുന്നുണ്ട് ഈ ഒരു സെൻസറിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമ്മൾ അഴിക്കുവാണെങ്കിൽ പോലും നമുക്ക്, അതായത് ഒരു സെൻസർ നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും നമുക്ക് ഒരു ടാമ്പറിങ് പ്രൊട്ടക്ഷനോടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണിച്ചു തരും നിങ്ങൾക്ക്. അത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ അലാം അടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സിസ്റ്റം ആംഡ് അല്ലെങ്കിൽ പോലും അലാം അടിക്കും. കണ്ടോ, ഇനി നമ്മൾ തിരിച്ചിട്ടാലും അലാം അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ തിരിച്ചിട്ടു, പഴയപടി ആക്കി വെച്ചു, എന്നാൽ പോലും അലാം അടിക്കുന്നുണ്ട്. നമുക്കിതിനി നമ്മുടെ ഫോണിലൂടെ മാത്രം, അല്ലെങ്കിൽ കീ ഫോബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആ കീ ഫോബിലൂടെ മാത്രമാണ് നമുക്കിത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ഈ അലാം അടിക്കുന്ന പ്രോസസ്സ്. നമ്മൾ സാധാരണ ഇതേപോലെയുള്ള ഒരു IP ക്യാമറയും അല്ലെങ്കിൽ ഒരു അനലോഗ് ക്യാമറയൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ടോട്ടൽ സെക്യൂരിറ്റി നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ഇതേപോലെയുള്ളൊരു ഇൻട്രൂഷൻ അലാം സിസ്റ്റവും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ മോഡൽ ക്യാമറയാണെങ്കിൽ വെച്ചെങ്കിൽ പോലും അതിനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI ക്യാമറയുടെ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യവും മാത്രമല്ല,
നമ്മുടെ ഈ ഇൻട്രൂഷൻ അലാം സിസ്റ്റം എന്ന് പറയുന്ന ഹിക്വിഷൻ്റെ ഈ ഒരു ഡിവൈസ് നമുക്ക് ഏത് ബ്രാൻഡിലുള്ള NVR-ഉം അതുപോലെ തന്നെ DVR-ഉമായിട്ടും കണക്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടെയാണ്. സാധാരണ കേസിൽ എല്ലാവരും ചെയ്യുന്നത് ഹിക്വിഷനുമായിട്ട് കണക്ട് ചെയ്യുന്നു, ദഹുവയായിട്ട് കണക്ട് ചെയ്യുന്നു, അങ്ങനെയാണ്. പിന്നെ ഇത് നമുക്ക് അങ്ങനെയല്ല കാണുന്നത്. മാത്രമല്ല നമ്മുടെ ഈ ഒരു NVR-ൻ്റെ ഉള്ളിൽ ഞാൻ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ല. എന്നാൽ പോലും എനിക്ക് അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് വീഡിയോ കിട്ടുന്നുണ്ട്, പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കണ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.